ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബേഡ്സൊക്കെ ഇതുപോലെ എഗ് ചെയ്ത് ഇതുപോലെ കുഞ്ഞുങ്ങളെല്ലാം വിരിയിച്ചെടുക്കണമെന്ന് നമുക്ക് ഒരുപാട് ആഗ്രഹം കാണും. പക്ഷെ പലപ്പോഴും അതേപോലെ നമുക്ക് വിരിഞ്ഞ് കിട്ടാറില്ല. ഒന്നോ രണ്ടോ ക്ലച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ ചില സമയങ്ങളിൽ എഗ് ചെയ്താൽ എഗ് ഒന്നും വിരിയണമെന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പേരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഒരു പേര് എഗ് ചെയ്യുന്നത് വിരിയുന്നുണ്ട്, ഒരു പേര് എഗ് ചെയ്യുന്നത് ഒന്നും വിരിയുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിരിയുന്ന എഗ്ഗിൽ നിന്ന് 2 എടുത്തിട്ട് വിരിയാത്ത കൂട്ടിലോട്ട് വെച്ച് കൊടുക്കുക. അതിൽ നിന്ന് വിരിയാത്ത 2 എഗ്ഗ് എടുത്തിട്ട് ഈ വിരിയുന്ന കൂട്ടിലോട്ടും വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ എഗ്ഗ് വിരിയുന്നത് കൊണ്ട് തന്നെ അത് അടയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറ്റി വെച്ച് കൊടുത്താൽ 2 എഗ്ഗ് വിരിയും. അതുകൊണ്ട് തന്നെ ബേഡിനൊരു തോന്നലുണ്ടാകും എഗ്ഗ് വിരിഞ്ഞല്ലോ എന്ന്. അതായത് 2-3 തവണയായിട്ട് എഗ്ഗ് ചെയ്തിട്ട് വിരിയാതെ വരുമ്പോൾ നമ്മളിങ്ങനെ മാറ്റി വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ബ്രീഡിങ് അവരത് ചില സമയങ്ങളിൽ ശരിയാക്കാറുണ്ട്. നിങ്ങളുടെ ബേഡ് ചില സമയങ്ങളിൽ ഇതുപോലെ എഗ്ഗ് ചെയ്തിട്ട് ഒന്നും വിരിഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ മാറ്റി വെച്ച് കൊടുക്കുക. ചിലപ്പോൾ അത് കഴിഞ്ഞുള്ള ബ്രീഡിങ്ങിൽ അവരത് ശരിയാക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ബേഡ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.